ലോക്സഭാ മണ്ഡലങ്ങളിൽ 2019 കേരളം ചിന്തിച്ചതുപോലെയല്ല ഇനി തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കാൻ പോകുന്നത്. 2024 കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇവിടെ 14 UDF വിജയിക്കുമ്പോൾ 4 ഇടതുമുന്നണി, 2 വരെ NDA ജയിച്ചേക്കാമെന്നത്, BJP ജയിച്ചേക്കാമെന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെങ്കിൽ അത് എവിടെയെന്ന സ്വാഭാവികമായ ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ആ മണ്ഡലങ്ങൾ തിരുവനന്തപുരമാണോ തൃശ്ശൂരാണോ, എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്ന ചോദ്യമുണ്ട്. തൃശ്ശൂരൊക്കെ കൈവിട്ടു പോയാൽ സ്ഥാനാർത്ഥി മാറ്റമൊക്കെ വലിയ ചർച്ചയാവും മുന്നണിക്കകത്ത് UDF. തീർച്ചയായിട്ടും ഉണ്ടാവും. കോൺഗ്രസിൽ അങ്ങനെ ഏതെങ്കിലും സീറ്റുകൾ പോയാൽ തന്നെ അത് വലിയൊരു ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒന്നാമത് ഈ അവസാന നിമിഷം സ്ഥാനാർത്ഥി ചർച്ചകൾ വന്നു. പിന്നെയുള്ളത് മറ്റൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യം അല്ലേ, അത് ഉറപ്പിക്കുന്നതിന് മുൻപാണ് ഈ സർവേ നടന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ രാഹുൽ ഇമ്പാക്ട് കഴിഞ്ഞ തവണത്തെ അത്രയും ഇത്തവണ UDF അനുകൂലമായി പ്രതിഫലിക്കുമോ എന്നുള്ള സംശയമുണ്ട്. അന്ന് രാഹുൽ വന്ന സാഹചര്യം അല്ലല്ലോ ഇന്ന് വയനാട്ടിൽ. എനിക്ക് തോന്നുന്നു രാഹുൽ ഇഫക്റ്റ് കാര്യമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങ് പ്രതിഫലിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ പ്രചരണ രംഗത്തൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതിനപ്പുറം വേറൊരു കാര്യമുണ്ട് സജിത്ത്. നമ്മളിപ്പോൾ ഈ ചോദ്യാവലി കൊണ്ടുചെന്നപ്പോൾ ഈ സർവേയിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടത് ദേശീയ തലത്തിലെ ആളുകൾ പറഞ്ഞതുപോലെ അല്ല. രാഹുലിനെ അവർ നേതാവായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അത് ദേശീയ തലത്തിലെ നേരെ റിവേഴ്സ് ആയിരുന്നു. അത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവിടെ ഒരു കാര്യം കൂടി നമുക്ക് പരാമർശിക്കാമെന്ന് തോന്നുന്നു. നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി എന്നതിനപ്പുറത്തേക്ക് ആ പരിഗണനാ പട്ടികയിൽ കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഇടതു കേന്ദ്രങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മുഖം, ഒരു പേരില്ലായിരുന്നു അതിൻ്റെ അകത്ത് എന്നൊരു ചിത്രം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മോദി വേഴ്സസ് രാഹുൽ എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസുകാരുടെയും ഇടതുപക്ഷക്കാരുടെയും വോട്ട് അവിടെ കിട്ടിയത് രാഹുലിനാണ് സ്വാഭാവികമായിട്ടും. ആ ഒരു ശരിയാണ്, അത് ശരിയാണ്. കിരൺ, എന്താണ് കേരളത്തിലെ ഈ കണക്കിൽ നിന്ന് താങ്കൾക്ക് പറയുവാനുള്ളത്? 2 BJP. കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണയും 0 മുതൽ 2 സീറ്റ് വരെ BJPക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന മട്ടിൽ തന്നെയുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രമൊക്കെ ഏറ്റവും അവസാന നിമിഷം പോലും മാറിമറിയാൻ സാധ്യതയുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ BJPക്ക് ജയസാധ്യത ഉണ്ടെങ്കിൽ കേരളത്തിലെ ആരാണ് BJPയെ തോൽപ്പിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട മുന്നണിയിലെ സ്ഥാനാർത്ഥി, ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? തിരുവനന്തപുരത്തിന്റെ തന്നെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 2019 മത്സരത്തിൽ രാജഗോപാലുമായി 2014 മത്സരത്തിൽ രാജഗോപാലുമായി ശശി തരൂർ മത്സരിക്കുന്ന ഘട്ടത്തിലൊക്കെ രാജഗോപാൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ വരുമ്പോൾ തന്നെ തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് തീരദേശ മണ്ഡലങ്ങളിലൊക്കെ വലിയ തോതിൽ വോട്ട് ശശി തരൂരിന് അനുകൂലമായി, അതിൽ ചിലപ്പോൾ ഇടതുമുന്നണിയുടെ വോട്ടടക്കം കാണാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അങ്ങനെ കേരളത്തിന്റെ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇലക്ഷന്റെ അന്ന് തലേന്ന് പോലും ചിലപ്പോൾ വോട്ടിംഗ് പാറ്റേൺ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെയായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്ന് പൂർണ്ണമായും പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ചിലർക്ക് കോമണായി നിൽക്കുന്ന ഒരു വിഷയം കേരളത്തിൽ സ്വന്തം മുന്നണി ജയിക്കുക അല്ലെങ്കിൽ സ്വന്തം പാർട്ടി ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് ചിലപ്പോൾ BJPയിൽ നിന്ന് ഒരാൾ ജയിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റാലും BJP ജയിക്കരുത് എന്ന് നിർബന്ധമുള്ള വലിയ ഒരു ജനവിഭാഗമുണ്ട്. അവരുടെയൊക്കെ വോട്ട് ഏത് തരത്തിലേക്കാണ് മറിയാൻ സാധ്യതയെന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും അത്തരം മണ്ഡലങ്ങളിലൊക്കെ ഏത് സ്ഥാനാർത്ഥിക്കാണ് വിജയസാധ്യത കൂടുതൽ വരുന്നത് ആ സ്ഥാനാർത്ഥിയിലേക്ക് അവസാന നിമിഷം ഈ പാർട്ടി പ്രവർത്തകരുടെ അടക്കം അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളുടെ അടക്കം വോട്ട് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കേരളത്തിന്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ മറ്റേതെങ്കിലും ബീഹാറിന്റെ നേരത്തെ സാഹചര്യം എടുത്ത പോലെ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം കൂടിയല്ല കേരളം എന്നതുകൂടി നമുക്ക് ഇത്തരത്തിൽ ഓർക്കണം. പക്ഷേ കണക്കെടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര പേർ അനുകൂലിക്കുന്നു, ഇപ്പോൾ എത്ര പേർ എതിർക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നേരത്തെ ഈ കണക്കിൽ തന്നെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി വേണോ നരേന്ദ്രമോദി വേണോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും വേണ്ട നരേന്ദ്രമോദിയും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഇടതുമുന്നണിയുടെ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവർക്ക് കൂടി യോജിക്കുന്ന ഒരു പേര് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ആ തരത്തിലേക്ക്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും മോദിയോട് കടുത്ത വിരോധം കാണും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോടും എതിർപ്പ് കാണും. ഇവർ രണ്ടുപേരും വേണ്ട പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. സാധാരണക്കാരായ മനുഷ്യരുടെ നിന്നാണ് പലപ്പോഴും സർവേ റിപ്പോർട്ടുകളൊക്കെ എടുക്കുന്നത്. അവർ ചിലപ്പോൾ അവർക്ക് യോജിക്കുന്ന ഒരാളുടെ പേരില്ലെങ്കിൽ ചിലപ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ വരണമെന്നില്ല. ചില ചോദ്യങ്ങൾക്ക് അങ്ങനെ കൂടി ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് താല്പര്യമുള്ള കേരളത്തിന്റെ സാഹചര്യമല്ല ഇന്ത്യയുടെ ഒരു പൊതു സാഹചര്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും BJP ഒരു ഭാഗത്ത് പ്രധാന പാർട്ടിയായി നിൽക്കുന്നു, അല്ലെങ്കിൽ കേരളമോ പഞ്ചാബോ ഒക്കെ പോലുള്ള കുറച്ച് തമിഴ്നാടൊക്കെ പോലുള്ള ചെറിയ സംസ്ഥാനങ്ങൾ മാത്രമാണ്. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയല്ല, BJPയും ഒരു പ്രധാന പ്ലെയറായി തന്നെ ഉണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ അല്ലാത്തടത്തോളം കാലം ഇവർക്ക് കൂടി യോജിക്കാൻ കഴിയുന്ന ഒരാളുടെ പ്രധാനമന്ത്രി ഇപ്പോൾ തമിഴ്നാട്ടിലാണ് വരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി വേണോ മോദി വേണോ എന്ന ചോദ്യത്തിന് പകരം രാഹുൽ ഗാന്ധി വേണോ അല്ലെങ്കിൽ മോദി വേണോ സ്റ്റാലിൻ വേണോ എന്നാണ് ചോദ്യമെങ്കിൽ ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് സ്റ്റാലിന് ലഭിക്കാൻ സാധ്യത കൂടിയുണ്ട്. രാഹുൽ എന്നാണ് വന്നത്. എന്തായാലും 14-4-2 സർവേ ഫലം അതാണ് വ്യക്തമാക്കുന്നത്. 14 സീറ്റിൽ UDF, 4 സീറ്റിൽ LDF. അതായത് LDFന് നേട്ടം, 3 സീറ്റിന്റെ നേട്ടം. BJP NDA മുന്നണി 2 സീറ്റുകൾ. അത്
തെക്കൻ കേരളത്തിലാണ് ഒരു സീറ്റ് എന്നുള്ളതാണ് സർവേ ഫലം പറയുന്നത്, ഒന്ന് മധ്യ കേരളത്തിലും. തെക്കൻ കേരളത്തിൽ ഒരു സീറ്റ് സ്വാഭാവികമാണ്, നമുക്ക് ഊഹിക്കാൻ കഴിയും. മധ്യ കേരളത്തിലെ സീറ്റ് മഞ്ജുഷിന്റെ കണക്കിൽ പറഞ്ഞ തൃശ്ശൂർ തന്നെയാവാനുള്ള സാധ്യത. മധ്യ കേരളത്തിൽ തൃശ്ശൂർ, തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം. സംശയമുണ്ടോ കിരൺ? നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്ത് വന്നതാണ് BJP-യെ സംബന്ധിച്ച്. കേരളത്തിൽ ഏറ്റവും ഒത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. 2 തവണയും ശശി തരൂർ വിജയിക്കുമ്പോഴും കഴിഞ്ഞ തവണ 1,00,000 വോട്ടിന് 99,989 വോട്ടിന് ജയിക്കുമ്പോഴും അതിനു മുമ്പ് കഷ്ടിച്ച് അദ്ദേഹം 10,000 ശിഷ്ടം വോട്ടിന് വിജയിക്കുമ്പോഴും 2ാം സ്ഥാനത്തുണ്ടായിരുന്നത് BJP-യാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടിക്ക് 3 മുന്നണികൾക്കും വിജയസാധ്യത തള്ളിക്കളയാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. അതുകൊണ്ട് തന്നെ 3 മുന്നണിയെ സംബന്ധിച്ച് എവിടെയാണ് പ്രയോജനമെങ്കിലും അത് നമുക്ക് തെറ്റാണ് എന്ന തരത്തിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. വരുമ്പോൾ തെക്കൻ കേരളത്തിൽ BJP-ക്ക് ഒരു സീറ്റും മധ്യ കേരളത്തിൽ ഒരു സീറ്റും കിട്ടും എന്നുള്ളതാണ്. എന്തുകൊണ്ട് തെക്കൻ കേരളം ആറ്റിങ്ങലായി കൂടാ? ആറ്റിങ്ങലാവാനുള്ള സാധ്യത തിരുവനന്തപുരത്തെ ഒരു ഘടകം കിരൺ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ഈ പന്ന്യൻ രവീന്ദ്രൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആയതോടെ ശശി തരൂരിന് ലഭിച്ചിരുന്ന പരമ്പരാഗത വോട്ടുകൾ അവിടെ ഇടതുമുന്നണിയിലേക്ക് ഷിഫ്റ്റ് ഉണ്ടാകുമെങ്കിൽ ആ ഷിഫ്റ്റിലൂടെ BJP ജയിക്കാനുള്ള സാധ്യത. കിരൺ, അങ്ങനെ ഒരു കണക്കിലേക്ക് വരാൻ വസ്തുതയുണ്ടോ? സജിത്ത്, ഇതിനകത്ത് വളരെ സിമ്പിളാണ്. ഈ രാഷ്ട്രീയത്തിൽ ഒന്നും എപ്പോഴും 2 ആവണം എന്നില്ല എന്ന് പറയുന്നത് പോലെ പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് MP ആയിരുന്ന ആളാണ്. അങ്ങനെ ഒരാൾ വീണ്ടും മത്സരിക്കുന്നു. പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനും ഉള്ള ഒരു പ്രതിച്ഛായല്ല പന്ന്യൻ രവീന്ദ്രനുള്ളത്. അദ്ദേഹം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുമായി ചേർന്ന് നിൽക്കുന്ന ആ തരത്തിലേക്ക് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിൽ ധനസമ്പാദനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച ആളല്ല. ആ തരത്തിലേക്കുള്ള വലിയ സ്നേഹമൊക്കെ ഉണ്ട്. ആ പന്ന്യൻ രവീന്ദ്രൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ 2 തവണയും LDF ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കാനുള്ള സ്വാഭാവിക സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ട്. അദ്ദേഹം MP ആയിരുന്ന ഘട്ടത്തിലും ജനങ്ങളുമായി ചേർന്ന് നിന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനുശേഷം അങ്ങനെ അദ്ദേഹത്തിന് ഒരു വോട്ട് ലഭിക്കുന്നു, അല്ലെങ്കിൽ ശശി തരൂരിന് അതുകൊണ്ട് കുറച്ച് വോട്ട് കുറയുന്നു, അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നു. ഇത് അവസാന സമയത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ BJP-യുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്ന് വരുമ്പോൾ ആരൊക്കെ വോട്ട് ചെയ്താലാണ് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയുക എന്ന് വന്നാൽ BJP ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇടത് വലത് മുന്നണികളിലെ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരുടെ വോട്ട് സ്വാഭാവികമായും ഈ ജയിക്കാൻ സാധ്യതയുള്ള മുന്നണിയിലെ വോട്ടിലേക്ക് മാറും. അങ്ങനെ മാറി ചെയ്ത് അങ്ങനെ വോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങനെ വന്നിട്ടുമുണ്ട് എന്നുള്ള കണക്കുകൾ വ്യക്തമാകുന്നത്. LDF ജയിച്ച ഒരു മണ്ഡലത്തിലാണ് രാജഗോപാൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന ഘട്ടം വന്നപ്പോഴേക്കും ശശി തരൂരിന് വലിയ തോതിലേക്ക് വോട്ട് വരികയും ശശി തരൂർ 3 മണ്ഡലങ്ങൾ മാത്രമാണ് അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ബാക്കി 4 മണ്ഡലങ്ങൾ 3 തീരദേശ മണ്ഡലങ്ങൾ മാത്രം ഭൂരിപക്ഷം കൊണ്ടാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലേക്കൊക്കെ വോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സാഹിത്യ പറയുന്നത് പന്ന്യൻ രവീന്ദ്രൻ വോട്ട് കൂടുതൽ വാങ്ങുകയും ശശി തരൂരിന് അതനുസരിച്ച് വോട്ട് കുറയുകയും ചെയ്താൽ മൂന്നാമത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സൂചിപ്പിക്കുന്നത് 2 സീറ്റിൽ കേരളത്തിൽ BJP ജയിക്കും എന്നുള്ളതാണ്. അങ്ങനെ അക്കൗണ്ട് തുറക്കും BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് ന്യൂസ് 18 സർവേ ഫലം പറയുന്നത്. അതേസമയം 14-4 എന്നുള്ളതാണ് കണക്ക്. UDF 14 സീറ്റ്, 4 സീറ്റിൽ LDF. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണി 18 സീറ്റുകൾ. നമ്മൾ ഇതുവരെ